ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്നലെ 10 ദിവസമായി, ഇന്ന് 11ാമത്തെ ദിവസം. അപ്പോഴും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ട് ഇതിൽ പങ്കാളികളായിട്ട് പോലും അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ CPMന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. അഖിൽ പാലോട്ടുപടം, തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന സ്ഥിതിക്ക് ഈ മുകേഷിന് എന്തായാലും പിന്തുണ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിലും ഈ വിഷയമായിരിക്കുമോ പ്രധാനമായും ചർച്ച ചെയ്യുക? ഒപ്പം CPI ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ, തുടർ ചർച്ചകളൊക്കെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ തന്നെ വലിയ പ്രതിസന്ധിയിലായത് സിനിമാ മേഖല മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ മേഖല കൂടിയാണ്. കാരണം ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 2 ജനപ്രതിനിധികൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അത് കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിനും അതുപോലെ തന്നെ പത്തനാപുരത്ത് നിന്നുള്ള MLAയും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിനുമെതിരെയാണ് ആരോപണങ്ങളുടെ മുൾമുനെ എത്തിയിരുന്നില്ല. അതിലേറ്റവും കൂടുതൽ രൂക്ഷമായ ലൈംഗിക ആരോപണം എത്തിയത് മുകേഷിനെതിരെയാണ്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുകേഷ് CPMന്റെ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വന്നിരുന്നു. പ്രാദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വന്നിരുന്നു. LDFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇടത് ക്യാമ്പുകളിലെ ചില വനിതാ നേതാക്കൾ തന്നെ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ CPMന്റെ മുതിർന്ന നേതാക്കൾ, LDF കൺവീനർ അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് രാജിവെക്കേണ്ട ആവശ്യമല്ലല്ലോ, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞായിരുന്നു CPM ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് CPMന്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിൽ പ്രധാനമായും എന്തായാലും ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ ഇടപെടലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലായിരിക്കും ഒരു പ്രധാനമായും ചർച്ചയുണ്ടാകാനുള്ള സാധ്യത. ഈ മുകേഷ് രാജിവെച്ചൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊല്ലത്തേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൊല്ലം CPMന്റെ ജില്ലാ കമ്മിറ്റിക്കുമുണ്ട്, അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ പോലും, അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPI പോലും മുകേഷിന്റെ രാജി വെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ആ ആവശ്യത്തെ മുഖവിലക്കെടുക്കാൻ CPM തയ്യാറാകുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ ആനി രാജി അടക്കമുള്ള നേതാക്കൾ മുകേഷിന്റെ രാജി നിർണായകമായ അത് ആവശ്യമാണ് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ CPM എടുത്തത് CPIയുടെ സംസ്ഥാന ഘടകം അത്തരത്തിലൊരു തീരുമാനം ആവശ്യവും മുന്നോട്ട് വച്ചിട്ടില്ലല്ലോ എന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മുകേഷ് രാജിവെക്കുന്നതായിരിക്കും അത് LDFന് കെട്ടുറപ്പിനും LDFന്റെ ഒരു ധാർമ്മികതയ്ക്കും നല്ലത് ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണം നടത്തി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CPIയുടെ സംസ്ഥാന ഘടകം കൂടി ഈ തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ CPMന് വഴങ്ങേണ്ടി വരും. എന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വഴങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം കൂടെയാണ് അഖില നോക്കിക്കാണേണ്ടത്. കാരണം CPMന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ് മുകേഷ്. ഇന്നലെ അവൈലബിൾ കമ്മിറ്റിയെ തന്നെ നമ്മളത് കണ്ടതാണ്. ഉടൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിലായിരുന്നു അവൈലബിൾ കമ്മിറ്റി എത്തിയത്. ഒപ്പം മന്ത്രിമാരും മറ്റ് MLAമാരും അതുപോലെ തന്നെ ഇടത് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. ഇന്ന് ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എത്ര തന്നെ CPM ഇടഞ്ഞു നിന്നിരുന്നാലും ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ CPI ഇടഞ്ഞു നിന്നിരുന്നാലും ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ CPM തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇന്നലെ വന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും അതേ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ തുടർന്ന് നടപടികൾ CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത്? അത് തന്നെയാണ് രജനി ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കാരണം ഇതിൽ പ്രതിപക്ഷത്തിന് മുകേഷിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു ധാർമ്മികമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കാര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് വെച്ചാൽ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം 2007 M വിൽസന്റിനെതിരെ വീട്ടമ്മയുടെ ആരോപണത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. ഈ വിൽസന്റ് രാജിവെക്കണമെന്ന ആവശ്യം അന്ന്
CPM-ഉം DYFI ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ വിൽസന്റെ രാജിവെക്കേണ്ട എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. അതിനുശേഷം 2020-ൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ രീതിയിൽ കോളേജ് അധ്യാപിക പരാതി നൽകുന്ന സമയത്തും ഈ നിലപാട് തന്നെയാണ് കോൺഗ്രസ് ആ ഘട്ടത്തിലും തീരുമാനിച്ചത്. അപ്പോൾ പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന സമയത്ത് ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സമരവുമായി രംഗത്ത് കോൺഗ്രസ് ഇറങ്ങിയാൽ അത് വിൽസന്റിന്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും കൂടുതൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വിൽസന്റിന്റെ ആ ചാർജ് ഷീറ്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ ചാർജ് ഷീറ്റും ഒക്കെ തന്നെ കോടതിയിൽ നൽകാൻ വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ചാർജ് ഷീറ്റിൽ കോടതിയിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ തിരിച്ചടിയായി മാറും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറയുന്നത് ധാർമ്മികതയുണ്ടെങ്കിൽ CPM ആണ് മുകേഷിനോട് രാജിവെക്കാൻ പറയേണ്ടത്, അവസാന വാക്ക് പറയേണ്ടത് CPM ആണ് എന്നതാണ് പ്രതിപക്ഷമായാലും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനോടൊപ്പമുള്ള ഘടകകക്ഷികളായാലും മുകേഷിന്റെ കാര്യത്തിൽ പറയുന്നത്. അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് CPM പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളോ ആയതുകൊണ്ടല്ല. മുകേഷ് അത് കൊല്ലം പോലൊരു സീറ്റ് മുകേഷിനെ കൊണ്ട് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് കൊല്ലത്തെ സംഘടനാ സംവിധാനത്തിനും അപ്പുറത്ത് മുകേഷ് നേടിയെടുത്ത ഒരു വിജയം. അത് CPM-ന് അനിവാര്യമായിരുന്ന ഘട്ടത്തായിരുന്നു മുകേഷിന്റെ വിജയം. അതുകൊണ്ട് മുകേഷിനെ അങ്ങനെ കൈവിട്ട് കളയാൻ സാധിക്കാത്ത ഒരു സംഘടനാ സംവിധാനത്തിനും അപ്പുറത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് മുകേഷുമായി കൊല്ലത്തെ പാർട്ടിക്കും സംസ്ഥാനത്തെ CPM പാർട്ടിക്കും ഉള്ളത് കൊണ്ടാണ് മുകേഷിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നിട്ട് പോലും ആ രാജി എന്ന ഒരു ആവശ്യത്തിലേക്ക് CPM കടക്കാതെ പോകുന്നത്. രജനി, വിവാദം കത്തിപ്പടരുകയാണ്. ഒന്നും മുഖം കൊടുക്കാതെ മുകേഷ് ഇന്നലെ തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും CPM സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് തുടർന്നത്. CPI ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തെ വാക്ക് രാജി വേണമോ എന്നുള്ള ആവശ്യമൊക്കെ തന്നെ ഉന്നയിക്കാൻ. ശരി, നമുക്ക് നിരവധി സന്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. അതിനിടയിൽ സകല കേസിലും ഗണേഷ് കുമാർ ഉണ്ടല്ലോ എന്ന് ശ്രീ നന്ദനാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മയെക്കുറിച്ചുള്ള ഒരു പരാമർശം, അതായത് സീരിയൽ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ തുടർ വാർത്തകൾ, നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. തൽക്കാലം പരാതികളൊന്നും ഗണേഷ് കുമാർ ഇല്ല. എന്നാലും ഇനി ഈ സീരിയൽ മേഖലയിൽ നിന്ന് അടക്കം പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത ഈ ഒരു മെസ്സേജ്.